എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ഭൗതിക ശരീരം പന്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, ഏറ്റവും അടുത്ത ബന്ധുക്കൾ ഡെഡ് ബോഡിക്ക് തൊട്ട് അടുത്ത് ബാക്കിലായിട്ട് ബാക്കിയുള്ളവർക്ക് മുൻവശത്തും ഇരിക്കാവുന്നതാണ്. ദയവായിട്ട് നിൽക്കുന്ന ആൾക്കാർ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഈ സീറ്റിൽ ഇരുന്ന് ഞങ്ങളോട് സഹകരിച്ചാലും, ഭൗതിക ശരീരം കാണുന്നവർ നേരെ മുൻപിലേക്ക് വന്ന് ഒരു സൈഡിലൂടെ കണ്ട് മറുഭാഗത്തൂടെ പോകാൻ സഹകരിക്കുക. മ്യൂസിക് സ്റ്റാർട്ട്. ഗായക സംഘത്തോടൊപ്പം എല്ലാവർക്കും ഈ പാട്ട് പാടാവുന്നതാണ്. പോകും ഞാൻ എന്റെ ഭാഗ്യനാട്ടി പോകും ഞാൻ ചെന്നു സുന്ദരോടോ യേശുവേ വാഴ്ത്തിടുമേ. ആൾക്കാർ ക്യൂവിലൂടെ വന്ന് ഒരു സൈഡിലൂടെ ലൈനായിട്ട് വന്ന് മറുഭാഗത്തൂടെ ലൈനായിട്ട് പോയാൽ ഭംഗിയായിരിക്കും. നായകനാമന്റെ മന്നനെയോർത്തുക തൻ തിരു നാമത്തിനായി. ഭാഗ്യമോക്കുമ്പോ എന്റെ ഉള്ളമാനന്ദിക്കുന്നേ.
എന്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ. ഭാഗ്യനാട്ടിൽ പോകും ഞാൻ. എന്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ. ഭാഗ്യനാട്ടിന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിടുമേ. ഭാഗ്യനാട്ടിൽ ചെന്ന ശുദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിടുമേ. ഉയർത്തിയിട് ഞാൻ എന്റെ കൺകൾ എന്ന ശ്രദ്ധേയമായ ഗാനം ഗായക സംഘം ആലപിക്കുന്നു. ഗായക സംഘത്തോടൊപ്പം എല്ലാവർക്കും ഈ പാട്ട് പാടാവുന്നതാണ്. ഉയർത്തിയിടും ഞാനെന്റെ കൈകൾ തുണയരുളും വൻകിരി. ഉയർത്തിടും ഞാൻ എന്റെ കൈകൾ തുണയരുളും വൻകിരിയേ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയേ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയേ. ഇസ്രായേലിൻ കാവൽക്കാരൻ മിത്രഭാരം തോന്നുന്നില്ല. ഇസ്രായേലിൻ കാവൽക്കാരൻ നിത്യഭാരം
ശത്രുഭീതി നീക്കിയെന്നെ മാത്രത്തോറും കാത്തിടുന്നു. ശത്രുഭീതി നീക്കിയെന്നെ മാത്രത്തോറും കാത്തിടുന്നു. ഭാരകളി നിത്യവും നടത്തിടുന്നു. ശോഭയേറും സുത്തൂരേ തീരമതി ചേർന്നിടുന്നു. ശോഭിതപൂരത്തിൻ വാതിൽ എൻ മുൻപിൽ ഞാൻ കണ്ടിടുന്നു. വാനസേനാഗാനം പാടി വാണിടുന്ന സ്വർഗസിയോ ധ്യാനിച്ചിടും നേരമെന്റെ മനസ്സം മോദിച്ചിടുന്നു. ഉയർത്തിയിടും ഞാനെന്റെ കൈകൾ തുണയരുളും ഭംഗിരി. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയേ.
ന്യൂയോർക്ക് സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ചിനെ പ്രതികരിച്ച് അതിന്റെ മുഖ്യ ആൾക്കാർ ഈ ഭൗതിക ശരീരത്തിൽ റീത്ത് സമർപ്പിച്ചു. ഭവനക്കാരുടെ പേരുള്ള സ്നേഹവും നന്ദിയും വിനയപൂർവ്വം അറിയിക്കുന്നു. ധാരാളം ആൾക്കാർ സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ സഭാമണ്ഡലത്തിലെ ധാരാളം ആൾക്കാർ ഭൗതിക ശരീരത്തിൽ ഇന്ന് രാവിലെ മുതൽ ഇവിടെ എത്തിയിരുന്നു. കഴിഞ്ഞ 3 ദിവസമായിട്ട് ഈ ഭവനത്തിൽ ധാരാളം പേർ വന്ന് ഭവനക്കാരെ ആശ്വസിപ്പിക്കാനുള്ള മനസ്സ് കാണിച്ചു. അവരോടൊക്കെയുള്ള സ്നേഹവും നന്ദിയും വിനയപൂർവ്വം അറിയിക്കുന്നു. നിന്നോടൻ ദൈവമേ എന്ന ഗാനം ഗായകസംഘം ആലപിക്കുന്നു. ഗായകസംഘത്തോടൊപ്പം എല്ലാവർക്കും ഈ പാട്ട് പാടാവുന്നതാണ്. നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ, നീ ക്രൂശു ഞാൻ വഹിക്കും ഭവനമായി അങ്ങേറ്റം ബന്ധമുള്ള ചെറിയാൻ പ്രൊഫസറുകൾ സജി അലക്സ്, ബാബുച്ചായൻ, ബിജു രംഗാഗിരി തുടങ്ങിയ വ്യക്തികൾ ഈ ഭവനത്തിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അഡ്വക്കേറ്റ് ഷിബു മണലയിൽ തുടങ്ങിയ വ്യക്തികൾ കേരള കോൺഗ്രസിന്റെ അനിഷേധരായ നേതാക്കളാണ്. ഈ ഭവനവുമായി അങ്ങേറ്റം ബന്ധമുള്ളവരാണ്. ഇപ്പോൾ അനുശോചന സന്ദേശത്തിന് വേണ്ടി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഏറ്റവും ശ്രദ്ധേയനായ വ്യക്തിയും മുൻ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയ സജി അലക്സ് ഇപ്പോൾ അനുശോചന സന്ദേശം നൽകുന്നതാണ്. സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മുന്നിലേക്ക് വാ പ്ലീസ്, ഏറ്റവും മുന്നിലെ. ഈ മാതാവിന്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന അടക്കമുള്ള കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, മമ്മയുടെ വേർപാടിൽ എനിക്കുള്ള ദുഃഖം ആദ്യമായി രേഖപ്പെടുത്തട്ടെ. ക്രിസ്തീയ വിശ്വാസമനുസരിച്ച് ആ മനോഹര തീരത്ത് സ്വർഗീയ സന്നിധിയിൽ നമുക്കൊക്കെ വീണ്ടും കാണാം എന്നുള്ള പ്രത്യാശയാണ് വേർപാടിന്റെ വേദനയിലും നമുക്ക് ആശ്വാസം നൽകുന്നത്. ഈ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിക്കുവാൻ സർവശക്തനായ യഹോവയ്ക്ക് കഴിയും എന്നുള്ള വിശ്വാസം നമുക്ക് നമ്മുടെ ദുഃഖത്തെ കുറയ്ക്കുവാനായി സഹായിക്കും. പ്രിയപ്പെട്ട അപേക്ഷിച്ചാനുമായിട്ടുള്ള അടുപ്പത്തിൽ, ഷീലയുമായിട്ടുള്ള അടുപ്പത്തിലൊക്കെയാണ് ഞങ്ങളൊക്കെ ഈ ഭവനത്തിലേക്ക് കടന്നു വരാനിടയായത്. അമ്മച്ചിയുടെ ആത്മാവിന്റെ നിത്യശാന്തി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കും. സജി അലക്സിനുള്ള സ്നേഹം നന്ദിയും അറിയിക്കുന്നു. ചെറിയാൻ പോളച്ചിറക്കൽ ഇവിടെ എത്തിയിട്ടുണ്ട്. തിരുവല്ലയുടെ മുൻ ചെയർമാൻ കൂടിയായിരുന്നു അദ്ദേഹം. ചെറിയാൻ പോളച്ചിറക്കൽ ഈ ഭവനമായിട്ട് അങ്ങേറ്റം ബന്ധമുള്ള വ്യക്തിയാണ്. സ്നേഹപൂർവ്വം അനുശോചന സന്ദേശം നൽകുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഈ ഭവനവുമായി വളരെ കാലമായി അറിയാവുന്ന ഒരു ഭവനമാണ് ഞങ്ങളുടേത്. ഈ അമ്മച്ചിയെ വളരെ കൊച്ചുനാൾ മുതൽ ഞങ്ങൾക്കറിയാം. കാരണം ഈ അമ്മച്ചി ഇവിടെ പൊതുപ്രവർത്തന രംഗത്തുമൊക്കെ നിറഞ്ഞു നിന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കാരണം
ബഹുമാനപ്പെട്ട ബിജു ലങ്കാഗിരി എത്രയും പെട്ടെന്ന് ഇവിടെ നിർത്തണം, ഒരു വാക്ക് സംസാരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. തെരിയാമ്പളത്തിൽ ക്ഷമിക്കണം പ്ലീസ്. ഒരു കോൺഗ്രസ് പ്രവർത്തകയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ മുഴുക്കി. അദ്ദേഹത്തിന്റെ ഈ അമ്മച്ചിയുടെ കൊച്ചുമകള് തിരുവല്ല മുനിസിപ്പാലിറ്റിയുടെ മുൻ ചെയർപേഴ്സണായിരുന്നു. ബേബിച്ചായന് ഞങ്ങൾക്കറിയാം, ഇവിടുന്ന് ആര് അമേരിക്കയിൽ ചെന്നാലും അദ്ദേഹത്തെ കാണാതെ പോകത്തില്ല. കാരണം അദ്ദേഹം ആരവിടെ ചെന്നാലും അവരെ സ്വീകരിച്ച് അവരെ കൊണ്ടു നടന്ന് അവർക്ക് വേണ്ടതെല്ലാം ഈ നാട്ടിൽ നിന്ന് ആരൊക്കെ ഈ ജില്ലയിൽ നിന്നല്ല ഈ കേരളത്തിൽ നിന്ന് ആര് ചെന്നാൽ നമ്മുടെ മന്ത്രിമാരുൾപ്പെടെ ചെന്നാൽ ബേബിച്ചാൻ ആ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഒരുക്കി കൊടുക്കുന്നത്. രാജനുമൊക്കെ നല്ല അനുഭവമുള്ള ആളാണ് ബേബിച്ചാൻ. അങ്ങനെ ഈ അമ്മച്ചി ചെയ്ത നല്ല കാര്യങ്ങളാണ്. കാരണം ഓരോ വർഷം അതിന്റെ ഫലം കൊണ്ട് അറിയപ്പെടുന്നത്. അതിന്റെ ഫലങ്ങളായ മക്കള് വളരെ പൊതുപ്രവർത്തന രംഗത്തുമൊക്കെ നിന്നുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ അവർ മുന്നോട്ട് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ അമ്മച്ചിയുടെ വേർപാടിൽ ദുഃഖിക്കുന്ന കുടുംബങ്ങളോടൊപ്പം ഞാനും ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഇമ്പങ്ങളുടെ വെറുതിസായി നമുക്ക് അമ്മച്ചിയെ കാണാമെന്ന പ്രത്യാശയോടുകൂടി നമുക്ക് യാത്ര അയക്കാം. സന്ദേശം നൽകിയ ചെറിയാൻ പോളച്ചേർക്കുള്ള സ്നേഹവും നന്ദിയും ഭവനക്കാരുടെ പേരിൽ പ്രത്യേകം അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട ബിജു ലങ്കാഗിരി ഇവിടെ എത്തിയിട്ടുണ്ട്. അതിനുശേഷം എറണാകുളത്ത് നിന്ന് ഇവിടെ എത്തിയിരിക്കുന്ന ബേബിച്ചാന്റെ ഏറ്റവും അടുത്ത സദസ്യനായ ശ്രീ റസ് മോഹൻ സംസാരിക്കുന്നതായിരിക്കും. ഇപ്പോൾ ബിജു ലങ്കാഗിരി ഇപ്പോൾ 2 വാക്ക് സംസാരിക്കും. അതിനുശേഷം കേരള കോൺഗ്രസിന്റെ ശ്രദ്ധേയനായ ബാബിച്ചായൻ ഒരു വാക്ക് സംസാരിക്കും. ബിജു ലങ്കാഗിരി തിരുവല്ല YMCയുടെ മുൻ പ്രസിഡന്റ് കൂടിയാണെന്ന കാര്യം കൂടെ പ്രത്യേകം ഈ അവസരത്തിൽ സ്മരിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, സ്നേഹിതരെ, നമ്മൾ ഇന്ന് വേർപെട്ടിരിക്കുന്ന അമ്മച്ചിക്ക് 106 സംവത്സരം നമ്മുടെ ഈ ലോകത്തിൽ നമ്മളോടൊപ്പം ജീവിക്കുവാൻ ദൈവം അവസരം നൽകി. വളരെ സന്തോഷകരമായി തന്റെ കുടുംബജീവിതം നയിച്ച് മക്കളെയും കൊച്ചുമക്കളെയും അവരുടെ മക്കളെയും കാണുവാനായിട്ട് അമ്മച്ചിക്ക് ഇടയായി. ശാരീരികമായ ഒരു ക്ലേശവുമില്ലാതെ വളരെ ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്ന ഒരു സമയത്താണ് അമ്മച്ചി നമ്മളെ വിട്ടുപിരിഞ്ഞത്. അമ്മച്ചിയുടെ മകൻ ബേബിച്ചായന് ഞങ്ങളൊക്കെ അമേരിക്കയിൽ ചെല്ലുമ്പോൾ ഞങ്ങളെ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ഞങ്ങൾക്ക് വേണ്ട എല്ലാ ഹെൽപ്പുകളും ചെയ്തതെന്ന് ഞങ്ങളെ യാത്ര അയക്കുകയും ചെയ്യുന്ന ബേബിച്ചായനെ ഈ സമയത്ത് ഓർക്കുകയാണ്. അതുപോലെ തന്നെ ഷീല ഞങ്ങളോടൊപ്പം മുനിസിപ്പൽ കൌൺസിലായി പ്രവർത്തിക്കുന്നു. അങ്ങനെ നല്ല ഒരു കുടുംബ ജീവിതം നയിക്കുവാനായിട്ട് അമ്മച്ചിക്ക് കഴിഞ്ഞു. അമ്മച്ചിയുടെ ഈ വേർപാടില് ഞാൻ എന്റെ വ്യക്തിപരമായ നാമത്തിലുള്ള അനുശോചനം രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്. ബഹുമാനപ്പെട്ട ബിജു ലങ്കാഗിരിയുള്ള സ്നേഹം നന്ദി പ്രത്യേകം അറിയിക്കുന്നു. കേരള കോൺഗ്രസിന്റെ അനുഷേധനായ ശ്രീ ബാബുച്ചാൻ ഒരു വാക്ക്. ബാബുച്ചാനും പല പ്രാവശ്യം അമേരിക്കയിൽ പോയിട്ടുള്ള ആളാണ്. ഈ ഭവനമായിട്ടുള്ള ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ആളാണ്. പ്ലീസ്. പ്രിയ മാതാവിന്റെ വേർപാട് മൂലം ദുഃഖത്തിലിരിക്കുന്ന കുടുംബാംഗങ്ങളെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, എനിക്ക് വളരെ ചെറുപ്പം തൊട്ടേ ഈ കുടുംബവുമായി നല്ല ബന്ധമുണ്ട്. ഈ അമ്മച്ചിയുടെ എല്ലാ മക്കളുമായി നല്ല ബന്ധമുണ്ട്. തീർച്ചയായിട്ടും അമ്മച്ചി ഒരു ഭാഗ്യവതിയാണ്. നമ്മുടെ വിശ്വാസം, നമ്മുടെ പറച്ചിലനുസരിച്ച് ഏറെയായാൽ 80 എന്ന് പറയുമ്പോൾ ഈ അമ്മച്ചി 100 വയസ്സ് 106 വയസ്സുവരെ നമ്മുടെ ഈ പ്രദേശത്ത് ജീവിച്ചു. ഈ പ്രദേശത്ത് നല്ല മാതൃകാ ജീവിതം നയിച്ചു. എല്ലാവരെയും സ്നേഹിച്ചു. എല്ലാവരോടും ഇടപെട്ട് വളർന്നു. മക്കളെ നല്ല രീതിയിൽ പോറ്റി വളർത്തി. അവരെ ഇന്ന് വലിയ സ്ഥാനങ്ങളിലൊക്കെയായി. അതൊക്കെ കണ്ട് ഈ പ്രായം വരെ സന്തോഷിക്കുവാൻ ഈ ലോകത്തിൽ ഈ അമ്മച്ചിക്ക് വലിയ ഭാഗ്യമാണ്. അത് വലിയൊരു ഭാഗ്യ അനുഭവമാണ്. ഇന്ന് മിക്ക മാതാപിതാക്കൾക്കും കിട്ടാത്ത ഒരു അനുഭവമാണ്. കുഞ്ഞുങ്ങൾ അമ്മച്ചിയെ പോറ്റി വളർത്തിയ പോലെ തന്നെ വളർത്തി. ആ അമ്മച്ചിയെ കരുതലോടെ കരുതിയ കുടുംബമാണ്. ഇന്നും അതും അപ്രായോഗികമായിട്ടുള്ള സംഭവമാണ്. എന്നുവരികിലും മക്കളെ സ്നേഹിക്കുകയും തിരിച്ച് സ്നേഹിക്കുന്ന ഒരു കുടുംബം. എല്ലാവരും സന്തോഷമായി ഒന്നിച്ച് അമ്മച്ചി സന്തോഷമായി യാത്ര പറയാൻ കഴിയുന്നത് ഒരു ദൈവഹിതമാണ്.
അതാണ് നമ്മുടെ പ്രത്യാശ. ആ പ്രത്യാശയിൽ നമുക്ക് അമ്മച്ചിയെ വീണ്ടും കാണാം എന്നുള്ള വിശ്വാസത്തിൽ സന്തോഷത്തോടെ അമ്മച്ചിയെ യാത്രയയക്കാം. അമ്മച്ചി തീർച്ചയായിട്ടും ഒരു ദിവസം തന്റെ പ്രിയന്റെ മുമ്പിൽ ശുഭവസ്ത്രധാരിയായി ഹല്ലേലൂയ പാടുവാൻ എഴുന്നേക്കും. അപ്പോൾ നമുക്ക് ഈ അമ്മച്ചിയെ കാണുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ ദുഃഖത്തിരിക്കുന്ന കുടുംബങ്ങളോടൊപ്പം പങ്കുചേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്ക് നിർത്തും. ബഹുമാനപ്പെട്ട റോസ് മോഹൻ കേരള സംഗീത നാടക അക്കാദമിയുടെ ഏറ്റവും ശ്രദ്ധേയനായ ആളാണ്. ഏറ്റവും കൂടുതൽ കേരളത്തിൽ കലാകാരന്മാരെ കോർഡിനേറ്റ് ചെയ്യുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ആളാണ്. അമേരിക്കയുമായിട്ടുള്ള ബന്ധം എന്നൊരുവരി ഭവനമായിട്ട് അങ്ങേറ്റം ബന്ധമുണ്ട്. സ്നേഹപൂർവ്വം അനുശോചന സന്ദേശം നൽകുന്നതിനു വേണ്ടി വിനയപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, ദുഃഖത്തിലാണ്ടിരിക്കുന്ന ഈ കുടുംബാംഗങ്ങള് വ്യവസായൻ, ലീലാമ്മ, സണ്ണി അടക്കം ഇവിടെ ഞങ്ങളുടെ അമേരിക്കയിൽ ഞങ്ങളുടെ അമ്മമ്മ, ബഹുമാന്യരെ, എന്തു പറയണമെന്നാണ് ഞാൻ ആദ്യമേ ആലോചിക്കുന്നത്. കാരണം ഇടയ്ക്കിടയ്ക്ക് അമ്മച്ചി ഞാൻ വന്ന് കാണാറുണ്ട്. അമ്മച്ചിയെ കാണുമ്പോൾ അമ്മച്ചിയോടൊപ്പം ഒരു പട്ടി ഉണ്ടായിരുന്നു. സത്യത്തിലെ ഭയങ്കര സ്നേഹമുള്ളതായിരുന്നു അത്. അതിനെ ഇപ്പോൾ കാണാനില്ല. കഴിഞ്ഞ ദിവസം ഞാൻ വന്നപ്പോൾ കണ്ടില്ല. അമ്മച്ചി ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും പറന്നു പോകുന്ന കാക്കയ്ക്ക് പോലും സഹായിക്കുന്ന ഒരാളായിരുന്നു. ഞങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ലീലാമ്മയൊക്കെ വിളിച്ച് ചായയും എന്താണെന്ന് വെച്ചാൽ തന്നുകൊണ്ടിരുന്നതാണ്. അമ്മയുടെ വേർപാട് ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാവും ഞങ്ങൾ കരുതിയില്ല. കാരണം ഇത് 103 വയസ്സ് ആഘോഷിച്ചപ്പം വെച്ച മരങ്ങളാണ് ഈ കാണുന്നതൊക്കെ ഉപയോഗിച്ചായിരുന്നത്. ഞങ്ങളൊക്കെ അതിൽ പങ്കുചേർത്തിടവരാണ്. എന്തായാലും ഇങ്ങനെ സംഭവിച്ചതെന്നല്ലെങ്കിൽ നാളെ നമുക്ക് എല്ലാവർക്കും ഇത് സംഭവിക്കാവുന്നതാണ്. ഞാൻ ബേബിച്ചാനെ അമേരിക്കയിൽ പോയി കണ്ടിരുന്നു. എന്നെ അവിടെ 2 മാസവും അമ്മാമ്മയും അമ്മച്ചായനെ താമസിപ്പിച്ചിരുന്നു. അപ്പോഴൊക്കെ ദിവസവും ഞങ്ങൾ അമ്മച്ചിയുടെ കാര്യങ്ങൾ പറയുമായിരുന്നു. എന്തോ അച്ചായൻ അടുത്ത മാസം വരാനിരുന്നതാണ്. ആകസ്മികമായ ഈ വേർപാടിൽ കുടുംബത്തിന്റെ ദുഃഖത്തോടൊപ്പം ഞങ്ങളുടെ കലാകാരന്മാരുടെ കൂട്ടായ്മയായ ഞങ്ങളും പങ്കുചേരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അമ്മയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നന്ദി. വളരെ അഭിമാനകരമായ മറ്റൊരു കാര്യം അറിയിക്കുന്നു. യുകെയിൽ നിന്ന് മിസ്റ്റർ ജേക്കബ് ഈ ഭവനത്തിൽ ഭൗതിക ശരീരത്തിന് വേണ്ടി എത്തിയിട്ടുണ്ട്. ഒരു വാക്ക് അനുശോചന സന്ദേശം നൽകുന്നതിനു വേണ്ടി സ്നേഹപൂർവ്വം മിസ്റ്റർ ജേക്കബിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, വളരെ ഔചാരിതമായിട്ടാണ് ഇവിടെ എത്താൻ. ഞാൻ വെറും 4 ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടിയാണ് ഇവിടേക്ക് വന്നത്. വരുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ജയചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു. സണിച്ചാൻ കുഞ്ഞുങ്ങളുടെ പരീക്ഷയൊക്കെ കാരണം കുറച്ച് ദിവസം കൂടെ താമസിക്കും വരുവാൻ എന്ന് എന്നോട് പറയുകയുണ്ടായി. അങ്ങനെ 22-ാം തീയതിയാണ് അമ്മച്ചിയുടെ അടക്കം നടക്കുന്നത് എന്ന് എനിക്ക് അവിടുന്ന് ടെക്സ്റ്റ് വന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ശരിക്കും പോവുകയാണ്. ഇത് അമ്മച്ചിയുടെ ഇങ്ങനെ ഉള്ള ഒരു വേർപാടിന്റെ സമയത്ത് ഇവിടെ വരുവാനും UK, യൂറോപ്പ്, ആഫ്രിക്ക ഭദ്രാസനത്തിനെ റെപ്രസെന്റ് ചെയ്യുവാനും ഈ കുടുംബാംഗങ്ങളോടൊപ്പം തങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുവാനും കഴിഞ്ഞതിൽ പ്രയാസമുണ്ട്. എന്നാലും ഇമ്പങ്ങളുടെ പറുദീസയിൽ ഈ അമ്മച്ചി തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും കാണാനൊക്കും എന്നുള്ള വലിയ ഒരു പ്രത്യാശ നമുക്കുണ്ട്. വളരെ സജീവമായിട്ട് UK, യൂറോപ്പ്, ആഫ്രിക്ക ഭദ്രാസനത്തിൽ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കുടുംബമാണ് സണ്ണിച്ചായനും ജയചേച്ചിയും മക്കളുമെല്ലാം. ഞങ്ങളുടെ ഭദ്രാസന മെത്രാപ്പോലിത്തായുടെയും UK, യൂറോപ്പ്, ആഫ്രിക്ക കൌൺസിലിന്റെയും ഭദ്രാസന കൌൺസിലിന്റെയും ഹോളി ഇന്നസെൻസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് വളരെ ചെറിയ പള്ളിയാണ്. ഞങ്ങള് വളരെ പരിമിതികളൊക്കെയുള്ള പള്ളിയാണ്. എന്നാലും ഇവിടെ ഇങ്ങനെ ഒരവസരത്തിൽ നിങ്ങൾ എനിക്ക് ഒരു ചെറിയ 2 മിനിറ്റ് ഒരുക്കി തന്നതിൽ ദൈവത്തെ ഈ ദുഃഖാർത്തരായ കുടുംബങ്ങളോടൊപ്പം ചേരുന്നു. അമ്മച്ചിക്ക് എല്ലാ
ദൈവകൃപയാൽ ഇമ്പങ്ങളുടെ പറുദീസയിൽ തങ്ങളുടെ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുവാൻ ദൈവനമ്പുരാൻ അനുഗ്രഹിക്കട്ടെ, കരുണ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദുഃഖാർത്ഥരായ കുടുംബങ്ങളോടൊപ്പം ഞങ്ങളും ചേരുന്നു. സഹോദരൻ വളരെ സമയം കണ്ടെത്തി ഈ ഭവനത്തിൽ വന്ന് അനുശോചന സന്ദേശം നൽകിയ ശ്രീ ജേക്കബിനുള്ള സ്നേഹം നന്ദിയും ജയുടെ സന്നിധാന പേരിലും എന്നതിനുപരി ഈ ഭവനത്തിലെ എല്ലാ ആൾക്കാരുടെയും പേരിലും വിനോദം അറിയിക്കുന്നു. അമേരിക്കയിൽ നിന്ന് വന്നിട്ടുള്ള ശ്രീ ബഹുമാനപ്പെട്ട മാത്യു കുക്കുറ അവറുകൾ ഇപ്പോൾ അനുശോചന സന്ദേശം നൽകുന്നതാണ്. സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. രാജൻ എങ്ങനെയാ എന്റെ പേര് മനസ്സിലായത് തന്നെ അറിയില്ല. ഞാനിപ്പോൾ പുതുപ്പള്ളിയിൽ തന്നെയാണ്, കഴിഞ്ഞ 2 വർഷമായിട്ട് ഇവിടെ തന്നെയുണ്ട്. ഈ കുടുംബമായിട്ടുള്ള ബന്ധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 35 വർഷക്കാലമായി ഞാനും ബേബിയും ഏകദേശം ഒരേ സ്ഥലത്ത് തന്നെയാണ് താമസം. പ്രത്യേകിച്ച് ഞങ്ങളുടെ സെന്റ് ഗ്രിഗോറിയോസ് അല്ലെങ്കിൽ പരിമലപ്പള്ളി എന്നറിയപ്പെടുന്ന ന്യൂയോർക്കിലെ പള്ളിയുടെ മധുബാഹ പണിയുമ്പോൾ ഞങ്ങൾ ഏതാനും മാസങ്ങൾ ഒരുമിച്ചായിരുന്നു കഴിയുന്നത് തന്നെ. എന്റെ വീട്ടിൽ നിന്നായിരുന്നു ഭക്ഷണം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ബന്ധപ്പെട്ട് അതുപോലെ തന്നെ സ്നേഹബന്ധത്തിൽ കഴിയുന്ന തമാശകളൊക്കെയും പറഞ്ഞ് കഴിയുന്ന ഒരു അമ്മയാണ്, ഒരു കുടുംബമാണ്. ഈ അമ്മയുടെ കാര്യം കഴിഞ്ഞ 1.5 വർഷം മുമ്പ് എന്റെ വീട്ടിൽ വരുമ്പോൾ എനിക്ക് ഇതുപോലെ തന്നെ ഒരു പ്രായമായ അമ്മയുണ്ടായിരുന്നു. അമ്മയോട് ഞാൻ പറയുമായിരുന്നു നമുക്ക് 100 ആഘോഷിക്കണമെന്ന്, പക്ഷേ സാധിച്ചില്ല. എന്നാൽ ഈ 106 വയസ്സെന്നൊക്കെ പറയുമ്പോൾ അത് വലിയൊരു അനുഗ്രഹമാണ്, അത് വലിയൊരു സന്തോഷം തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ വരുന്നതിന് ഞാൻ ഈ 2 ദിവസം മുമ്പ് ന്യൂയോർക്കിൽ വെച്ച് ബേബിയായിട്ട് സംസാരിച്ചിട്ട് പോകുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് വന്നിരിക്കുന്ന ബേബി അമ്മാള് അവരും തിരുവല്ലക്കാർ തന്നെയാണ്, ഇവിടെ അടുത്താണ്, അവിടെ വന്നിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ വരുന്നതിന് എനിക്ക് സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. അറിയാം എത്രയാണ് പ്രായമായിട്ടുള്ള മരണമാണെങ്കിൽ സന്തോഷമാണെങ്കിൽ തന്നെയും വീട്ടുകാർക്ക് അവരുടേതായ വേർപാടിൻ്റെതായ ഒരു ദുഃഖം, ആ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. എല്ലാവർക്കും വീണ്ടും നല്ല മനോസാന്നിധ്യം വീണ്ടെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. 1 മിനിറ്റ് 1 സെക്കൻഡ് നമ്മൾ ഇന്നവരും പ്രാർത്ഥിക്കാറുള്ള കൃപ നിറഞ്ഞ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, ഈ അമ്മച്ചിയുടെ യാത്രയിൽ ഈ അമ്മച്ചിയോട് ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. അനുശോചന സന്ദേശം നൽകിയ മധുചാനുള്ള സ്നേഹം നന്ദിയും പവനക്കാട് പേരിൽ പ്രത്യേകം അറിയിക്കുന്നു. ഗായക സംഘം ഗാനം തുടരുന്നു. ഈ ഭവനത്തിലെ ഇളയ മരുമകൾ ജയയുടെ ബന്ധു ചെങ്ങന്നൂർ മുനിസിപ്പൽ കൌൺസിൽ കൂടിയായ ശ്രീ എബിഷൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം പുറത്തേക്ക് പോയിരിക്കുകയാണ്. വന്നു കഴിഞ്ഞാൽ അദ്ദേഹം 2 വാക്ക് സംസാരിക്കുന്നതായിരിക്കും. ഗായക സംഘത്തോടൊപ്പം എല്ലാവർക്കും പാടാം. നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ, ഞാൻ വഹി Yeah.
ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. മനുഷ്യന്റെ ദിവസങ്ങൾ പുല്ലുപോലെയാകുന്നു. വയലിലെ പുഷ്പം പോലെ അവൻ മുളയ്ക്കുന്നു. കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതേ തങ്ങളുടെ പ്രയത്നത്തിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരൂ. ഞാൻ നല്ലപോലെ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനിയും നീതിയുടെ കിരീടം എനിക്ക് വെച്ചിരിക്കുന്നു. ഇന്നലെ നാം എവിടെയായിരുന്നുവെന്നോ, ഇന്ന് നാം എവിടെയാകുന്നുവെന്നും നാളെ നാം എവിടെയായിരിക്കുമെന്നും ദിനം പ്രതി ചിന്തിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളെവിടെ? ഇതാകുന്നു ഈ ലോക ജീവിതത്തിന്റെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നതെന്തിന്? ഇതാകുന്നു ഈ ലോക ജീവിതത്തിന്റെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നതെന്തിന്? ഇതാകുന്നു ഈ ലോക ജീവിതത്തിന്റെ അവസാനമെങ്കിൽ യൗവനക്കാർ തങ്ങളുടെ യൗവനത്തിൽ ചാഞ്ചാടുന്നതെന്തിന്? ബഹുമാനപ്പെട്ട ചെങ്ങന്നൂർ കൗൺസിൽ സി എ എബിച്ചൻ ഈ ഭവനത്തിൽ എത്തിയിരിക്കുന്നു. സ്നേഹപൂർവ്വം ആദരപൂർവ്വം സന്ദേശത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, ഞാൻ ജയമാമയുടെ ബന്ധത്തിലാണ് ഞാനിവിടെ വന്നത്. ഞാനിവിടെ ഇരിക്കുമ്പോഴേ ഈ അമ്മയ്ക്ക് 106 വയസ്സെന്ന് കേട്ടപ്പോൾ തന്നെ ഞാനിങ്ങനെ വളരെ സന്തോഷം തോന്നുന്നു. ഇത്രയും വർഷം ജീവിക്കാനുള്ള വലിയൊരു ഭാഗ്യം ദൈവം കൊടുത്തത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും വളരെ സന്തോഷത്തിൽ വേണം അമ്മയെ യാത്രയയക്കാൻ. എന്റെ ഒരു സമ്മാനമായിട്ട് ഇപ്പം പാടിയ പാട്ട് ഞാനിവിടെ കൂടെ പാടും 2 ലൈൻ.
കുടുംബത്തിലെല്ലാവർക്കും സമാധാനം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തും. ഒരു അനൗൺസ്മെന്റ്. ഈ വാർഡിന്റെ മെമ്പർ കൂടിയായ റീന ചാലക്കുഴി ഇവിടെ എത്തിയിട്ടുണ്ട്. ആദരപൂർവ്വം സന്ദേശം നൽകുന്നതിന് വേണ്ടി വിനയപൂർവ്വം ക്ഷണിക്കുന്നു. വേദനയിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവകൃപയാൽ അമ്മച്ചിക്ക് 106 വയസ്സ് വരെ ദൈവം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ തന്ന അവസരത്തിന് ആദ്യം തന്നെ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. മക്കൾക്കൊക്കെയും വളരെയധികം ആശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത്രയും നാൾ ലോകത്തിൽ അനേകർക്ക് കിട്ടാത്ത ഭാഗ്യമാണ് ഈ മക്കൾക്ക് കിട്ടിയിരിക്കുന്നത്. അതിന് നിങ്ങൾ ഓരോരുത്തരും ദൈവത്തോട് നന്ദി പറയണം. ഈ സമയത്തും പുറത്ത് ഞാനിവിടെ വന്നപ്പോൾ US-ലായിരിക്കുന്നവർ, UK-ലായിരിക്കുന്നവരുടെയൊക്കെയും എല്ലാവരും കടന്നു വന്നു. അവരുടെയൊക്കെയും സാക്ഷ്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റി. പലരും ഇന്ന് ലൈവ് ടെലികാസ്റ്റിൽ കൂടി അവിടെ ഇരുന്ന മക്കളൊക്കെയും കാണുമ്പോൾ അമ്മച്ചിയുടെ പ്രിയ മക്കൾക്ക് അമ്മച്ചിയോട് ഈ ലാസ്റ്റ് സമയത്ത്, ഈ മരണസമയത്ത് അമ്മച്ചിയെ വന്ന് കാണുവാനും അമ്മച്ചിയുടെ അടുത്ത് ഇരിക്കാനും ഒക്കെയും അവർക്ക് ദൈവം കൊടുത്ത അവസരത്തിനായിട്ട് ദൈവത്തിനോട് നന്ദി പറയുന്നു. ഷീല ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകയാണ്. ഷീലയ്ക്കും ദൈവം ആശ്വാസം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ. റീന ചാലക്കുള്ള സ്നേഹം നന്ദി പ്രത്യേകം അറിയിക്കുന്നു. ചെങ്ങന്നൂരിന്റെ ഏറ്റവും ശ്രദ്ധനായ എബിച്ചനുള്ള പ്രത്യേക സ്നേഹം അറിയിക്കുന്നു. ഗായക സംഘം ഗാനം തുടരുന്നു. ദൈവമേ ഞാൻ ചേരട്ടെ, നീക്കോച്ചോ ഞാൻ നാളുമേ
മക്കളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിന്റെ അവസരമാണ്. മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ എന്തെങ്കിലും ഒരു വാക്ക് പറയാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ മുന്നോട്ട് കടന്നു വരാം. കേരളത്തിന്റെ ആരാധനായ, ഇന്ത്യയുടെ ആരാധനായ, ക്ഷമിക്കണം, മാത്യു ടി തോമസ് ആണെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞത്. ഓക്കെ. നമ്മുടെ നാടിന്റെ ആരാധനായ MLA-യും മന്ത്രിയും കൂടിയായ അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് അവர்கள் ഈ ഭവനുമായി അങ്ങേറ്റം ബന്ധമുള്ള വ്യക്തിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വളരെ ദിവസങ്ങൾ തന്നെ ഈ ഭവനുമായി ബന്ധപ്പെട്ടു. നമ്മളെപ്പോഴും കാണുന്ന, നമ്മോടൊപ്പം സഹകരിക്കുന്ന, വളരെ ലളിതമായ ആരാധനായ ഈ നാടിന്റെ പ്രിയങ്കരനായ അത് അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് ഭൗതിക ശരീരത്തിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ അനുശോചന സന്ദേശം നൽകുന്നതാണ്. ഭവനക്കാരുടെ പേരിൽ സ്നേഹപൂർവ്വം അങ്ങേ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ദീർഘനാളുകളിൽ നമ്മോടൊപ്പം ഈ ഭൂമുഖത്ത് ഒരുപക്ഷെ നാം ഒക്കെ കണ്ടതിനേക്കാൾ ദൈർഘ്യമേറിയ ജീവിതം ധന്യമായി നയിച്ച് നമ്മെ വിട്ടുപിരിഞ്ഞ മാതാവിന്റെ വേർപാട് സ്വാഭാവികമായും വേർപാടുണ്ടാക്കുന്ന വേദനയുടെയും നൊമ്പരത്തിന്റെയും മധ്യത്തിലാണെങ്കിൽ പോലും ഈ ജീവിതത്തിന് ധന്യതയോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാനും പ്രത്യാശയോടുകൂടി ഈ മാതാവിനെ യാത്ര അയക്കാനുള്ള അവസരം കൂടിയാണ്. ആയുസ്സിലെ സാഫല്യം എന്ന് പറയുന്നത് സമ്പാദിക്കുന്ന സ്വത്തുകളോ എത്തിച്ചേരുന്ന പദവികളോ അല്ല. സമസൃഷ്ടങ്ങൾക്ക് നന്മ ചെയ്ത് ദൈവത്തിന്റെ വലിയദാനമായ ആയുസ്സിനെ നന്മകൾ കൊണ്ട് സമ്പന്നമാക്കുക എന്നുള്ളതാണ്. ഈ മാതാവിന്റെ ജീവിതം ധന്യമായിരുന്നു, സഫലമായിരുന്നു, ശ്രേഷ്ഠമായിരുന്നു എന്ന പ്രത്യാശയോടെ നമുക്ക് ഓർമ്മിക്കാം. ആ അനുഭവത്തിൽ ഈ പ്രിയ മാതാവിനെ നമുക്ക് യാത്ര അയക്കുകയും ചെയ്യാം. എല്ലാവരോടും എന്റെ അനുശോചനം ഞാൻ അറിയിക്കട്ടെ. വളരെ തിരക്കിനിടയിലും സമയം കണ്ടെത്തി ഈ ഭവനത്തിൽ വന്ന് അനുശോചന സന്ദേശം നൽകിയ മന്ത്രിയോടുള്ള, MLA-യോടുള്ള, അതിനെല്ലാം ഉപരി ഈ നാട്ടിൽ ഒരു സാധാരണക്കാരനെ പോലെ എല്ലാവരുമായി സഹകരിക്കുന്ന അങ്ങനെയുള്ള സ്നേഹവും നന്ദിയും വിനയപൂർവ്വം ഭവനക്കാരുടെ പേരിൽ അറിയിക്കുന്നു. ഇപ്പോൾ ജയ ഒരു വാക്ക് അമ്മച്ചോട് ചില ഓർമ്മകൾ, തന്റെ അനുഭവങ്ങളിൽ നിന്ന് ചില ഓർമ്മകൾ പറയും. ജയ മുന്നോട്ട് മൈക്ക് എല്ലാം കൊടുത്താൽ മതി, പ്ലീസ്. മൈക്ക് അവിടെ കിട്ടും. എനിക്ക് പ്രസംഗിക്കാനൊന്നും വലിയ വശമില്ല, എങ്കിലും അമ്മച്ചിയുടെ പേരിൽ 2 വാക്ക് പറഞ്ഞില്ലെങ്കിൽ പറയാതെ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റെന്നേ ഉള്ളൂ. അമ്മച്ചിയുടെ അവസാനത്തെ ദിവസം അമ്മച്ചിയോടൊപ്പം അമ്മച്ചി പറയുന്നതൊക്കെ ഷെയർ ചെയ്യാനൊക്കെ ഉള്ള ഒരു അവസരം എനിക്ക് ദൈവം അനുവദിച്ചു തന്നു. അതിനായി ഞാൻ ദൈവത്തെ ആദ്യമായി സ്തുതിക്കുകയാണ്. 106 വയസ്സ് അമ്മച്ചിക്കുണ്ടായെങ്കിലും ഇത്രയും കാലം, ഇത്ര വാർദ്ധക്യത്തിലും അമ്മച്ചി നല്ല സുബോധത്തോടെ സംസാരിച്ചു എന്നുള്ളതാണ്. അമ്മച്ചിയുടെ വാർദ്ധക്യത്തിലും അമ്മച്ചിക്ക് ഒരിക്കലും സുബോധം നഷ്ടപ്പെട്ടിരുന്നില്ല. വളരെ സുബോധത്തോട് സംസാരിച്ചു. എന്റെ ഹസ്ബൻഡ്, ഇളയ മകന്റെ ഭാര്യയാണ് ഞാൻ. UK നിന്നാണ് വന്നിരിക്കുന്നത്. മകന് ആ സമയത്ത് എത്താൻ സാധിച്ചില്ല. സണ്ണിയെ കാണണം, മക്കളെ കാണണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു, അമ്മച്ചി അടുത്ത ആഴ്ച അവർ വരും. പക്ഷെ അടുത്ത ആഴ്ച വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ അമ്മച്ചിക്ക് സാധിച്ചില്ല. വളരെ സന്തോഷവതിയായിട്ടാണ് അമ്മച്ചി കടന്നുപോയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മക്കളെയും മക്കളുടെ നന്മയും കൊച്ചുമക്കളുടെ നന്മയും ഒക്കെ കാണാൻ അമ്മച്ചിക്ക് ദൈവം അവസരം കൊടുത്തു. ഞങ്ങളെ മക്കളെയും മരുമക്കളെയും അമ്മച്ചി ഒരുപോലെയായിരുന്നു സ്നേഹിച്ചിരുന്നത്. പക്ഷെ അമ്മച്ചിയുടെ സ്നേഹം ഒരിക്കലും ഞങ്ങൾക്ക് മനസ്സിലാകത്തില്ലായിരുന്നു. അമ്മച്ചിയുടെ സ്നേഹം മുഴുവനും അമ്മച്ചിയുടെ ഉള്ളിലായിരുന്നു അമ്മച്ചി സൂക്ഷിച്ചിരുന്നത്. അതുപോലെ തന്നെ അമ്മച്ചിയിലുള്ള നല്ല ഗുണങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരും ഞങ്ങളുടെ വിശന്നു വരുന്നവരെ ഒരിക്കലും അമ്മച്ചി വിശപ്പടക്കാതെ വിട്ടിട്ടില്ല. ആ ഒരു നല്ല ഗുണം ഞങ്ങൾക്ക് എല്ലാവർക്കും അമ്മച്ചി പകർന്നു തന്നിട്ടുണ്ട്. അതൊന്നും ഓർക്കാതിരിക്കാൻ ഈ നിമിഷം ഞങ്ങൾക്ക് ആർക്കും പറ്റത്തില്ല. വേദനിച്ചിരിക്കുന്ന മക്കളുടെയും മരുമക്കളുടെയും കൊച്ചുമക്കളുടെയും എല്ലാ നാമത്തില് അമ്മച്ചിക്കുള്ള ഈ അനുശോചനം ഞാനിപ്പോൾ രേഖപ്പെടുത്തുന്നു. ജയയോട് നന്ദി പറയുന്നത് അനുചിത്യമാണ്. ഞങ്ങളുടെ സ്നേഹം അറിയിക്കുന്നു. തിരുവല്ല നഗരസഭയുടെ മുഴുവൻ മെമ്പേഴ്സും ഇവിടെ എത്തി ഭൗതിക ശരീരത്തെ ആദരാഞ്ജലി അർപ്പിച്ചു. ബഹുമാനയുടെ ചെയർമാൻ മിസ്റ്റർ വർഗീസ് അവർകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിനു മുമ്പ്
തിരുവല്ലയുടെ ആരാധ്യനായ കേരള കോൺഗ്രസിന്റെ ശ്രദ്ധേയനായ എക്സ് MLA ജോസഫ് എം പുതുശ്ശേരി അവർ ഇവിടെ എത്തിയിട്ടുണ്ട്. സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബന്ധുമിത്രാദികളെ, പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട ഈ മാതാവിന്റെ ദേഹവിയോഗത്തിലുള്ള ഹൃദയപൂർവ്വമായ അനുശോചനം ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. 106 വയസ്സ് ഈ ലോകത്ത് ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമായി ലഭിക്കുന്ന വലിയ ഒരു ഭാഗ്യമാണ്. 100 കടക്കുക എന്നുള്ളത് പലർക്കും കഴിയുന്ന കാര്യമല്ല. ആ ദീർഘായുസ് ധാരാളമായി ലഭിക്കുന്ന ഒരു ഭാഗ്യാനുഭവം പ്രിയപ്പെട്ട അമ്മച്ചിക്ക് ലഭിച്ചു എന്നുള്ളത് പ്രത്യേകമായി ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ്. ദീർഘായുസ് ദൈവത്തിന്റെ കൃപാദാനമാണ്. ആ കൃപാദാനം വേണ്ടുവോളം അനുഭവിക്കാൻ പ്രിയപ്പെട്ട ഈ മാതാവിന് കഴിഞ്ഞു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. 103 വയസ്സ് തികഞ്ഞ സന്ദർഭത്തിൽ അമ്മച്ചിയുടെ 103 വയസ്സ് തികഞ്ഞതുമായി ബന്ധപ്പെട്ട ചെറിയ ചില ആഘോഷ പരിപാടികൾ ഇവിടെ സംഘടിപ്പിച്ചിരുന്നു. അന്ന് ഞാനും അതിൽ പങ്കെടുത്തത് ഓർക്കുന്നു. അതും ഒരു അപൂർവ സംഭവം എന്നുള്ള നിലയിലാണ് അത് അന്ന് ഇവിടെ മക്കളെല്ലാം കൂടി ചേർന്ന് കൊണ്ടാടിയത്. നിശ്ചയമായും ആ ഒരു വലിയ ഭാഗ്യം ജീവിതത്തിന്റെ അന്ത്യഘട്ടം വരെയും മറ്റ് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ദൈനംദിന കാര്യങ്ങളൊക്കെ നിർവഹിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ചെറിയ കാര്യമായി നമുക്ക് കാണാൻ കഴിയില്ല. ദൈവഹിതത്തിന് അനുഗതമായി ജീവിതത്തെ ക്രമപ്പെടുത്താനും അതനുസരിച്ച് മുന്നോട്ട് പോകാനും പ്രിയപ്പെട്ട അമ്മച്ചിക്ക് കഴിഞ്ഞു എന്നുള്ളതുകൊണ്ടാണ് ആ നിലയിലുള്ള വലിയ സൌഭാഗ്യം അനുഭവിക്കാനുള്ള ദൈവകൃപ ഉണ്ടായത് എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. മക്കളെയൊക്കെ വേണ്ടതുപോലെ ചിട്ടപ്പെടുത്തി വളർത്തി ആ നിലയിലുള്ള മക്കളുടെ സാക്ഷ്യമൊക്കെ ഇവിടെ നമ്മൾ കേൾക്കുകയുണ്ടായി. നിശ്ചയമായും ആ വലിയ ഒരു ഭാഗ്യാനുഭവം പ്രിയപ്പെട്ട അമ്മച്ചിക്കുണ്ടായി. തിരുവല്ല വേവിച്ചാൻ അമേരിക്കയിൽ വർഷങ്ങളായി ഉള്ളയാളാണ്. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രത്യേകമായ ഒരു സൗഹൃദവും താല്പര്യവും ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുന്നു. ഏറെ വർഷങ്ങളായി അവിടെ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ആ നിലയിലുള്ള ഭാവവ്യത്യാസങ്ങളോ ഭാവമാറ്റങ്ങളോ ഒന്നുമില്ലാതെ തീർത്തും ഒരു സാധാരണക്കാരനെ പോലെ ഇവിടെ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഇപ്പോഴും പെരുമാറാനുള്ള അദ്ദേഹത്തിന്റെ പ്രത്യേകമായ ആ ഒരു രീതി നിശ്ചയമായും നമ്മളെ എല്ലാവരെയും ആകർഷിക്കുന്നതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. വേവിച്ചാനടക്കമുള്ള മക്കളും കുടുംബാംഗങ്ങളും എല്ലാം ചേർന്ന അവരുടെ ദുഃഖത്തിൽ ഞാൻ ഈ അവസരത്തിൽ ഹൃദയപൂർവ്വം പങ്കുചേരുന്നു. നമുക്കറിയാം, വേർപാട് വേദനാജനകമാണെങ്കിലും ക്രിസ്തീയ ജീവിതം പ്രത്യാശയിൽ ചുറ്റപ്പെടുത്തിയിട്ടുള്ളതാണ്. ആ പ്രത്യാശയോടുകൂടി പ്രിയപ്പെട്ട അമ്മയെ യാത്രയയക്കാൻ ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇമ്പങ്ങളുടെ പ്രതീക്ഷയിൽ നമുക്ക് ഒരുമിച്ച് കാണാം എന്ന വലിയ പ്രത്യാശ ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എന്റെ അനുശോചനം ഞാൻ അറിയിക്കുന്നു. അനുശോചന സന്ദേശം നൽകിയ ജോസഫ് പുതുശ്ശേരി XMLA ഉള്ള സ്നേഹം നന്ദി അറിയിക്കുന്നു. തിരുവല്ലയുടെ ആരാധനായ വർഗീസാരോട് എത്തിയിട്ടുണ്ട്. ചെയർമാൻ ഒരു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന ബഹുമാനീയ കുടുംബാംഗങ്ങളെ, ബഹുമാനപ്പെട്ട മുൻ MLA ജോസഫ് പുതുശ്ശേരി, ബഹുമാനായ എന്റെ സഹകൗൺസിലർമാരെ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, 106 വർഷക്കാലം ഈ ലോകത്ത് ജീവിച്ചു. ഞാൻ SC സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ ഈ അമ്മച്ചിയെ എനിക്ക് പരിചയമാണ്. എപ്പോഴും സന്തോഷത്തോടും ചിരിയോടും കൂടെ ഓരോരുത്തരോട് ഇടപെടുന്ന ഈ ബഹുമാനപ്പെട്ട ഈ അമ്മച്ചി, നമ്മളെ മാനുഷികമായി പറഞ്ഞാൽ, ദൈവികമായി പറഞ്ഞാൽ, ഒരു മനുഷ്യന്റെ ആയുസ് 70 സംവത്സരം, ഏറെയേറെ 80 സംവത്സരം. അതിനും കഴിഞ്ഞ് 26 വർഷം കൂടെ ഈ ലോകത്ത് ജീവിച്ചു. എല്ലാ അനുഗ്രഹങ്ങളും കണ്ടു. പാവങ്ങളെ ഏറ്റവും സഹായിച്ച ഒരു കുടുംബമാണ് ഈ കുടുംബം. എൻ്റെ ദൈവം എന്നെ അനുഗ്രഹം കൊടുത്തത് അമ്മച്ചിയുടെ മകളെ തിരുവല്ല നഗരസഭയുടെ ചെയർമാനായിട്ട് 6 മാസക്കാലം ഇരിക്കുകയും അതുപോലെ 2-3 കൌൺസിൽ കാലം ഇരിക്കുകയും ചെയ്തു. അമ്മച്ചി ആ ചെയ്ത നല്ല പ്രവർത്തനമാണ്. അതുപോലെ തന്നെ ആ തീപ്പിനി പ്രദേശങ്ങളിലെ സാധാരണക്കാർക്ക് ഏറ്റവും നഷ്ടമാണെന്ന് പറയാം നമുക്ക് ഈ അമ്മച്ചിയുടെ വേർപാട്. ആര്യനാലും എപ്പോഴും സൗഹാർദ്ദത്തോടുകൂടി സഹായിക്കുന്ന ഒരു മാന്യ വ്യക്തിയായിരുന്നു. അമ്മച്ചിയുടെ ഈ നിര്യാണത്തിൽ തിരുവല്ല നഗരസഭ കൌൺസിലിന്റെയും എന്റെ കുടുംബത്തിന്റെയും അനുശോചനം അറിയിക്കുന്നു. ദുഃഖത്തിലായ കുടുംബാംഗങ്ങൾക്ക് സർവശക്തനായ ദൈവം എല്ലാ ധൈര്യവും ബലവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. ഷീല കുടുംബത്തിന്റെ ഏറ്റവും പ്രിയ ആളാണ്. ഷീലയുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭയിലെ മുഴുവൻ ആൾക്കാരും ഇവിടെ എത്തി വിശേഷ ചെയർമാനുള്ള സ്നേഹവും നന്ദിയും പ്രത്യേകം അറിയിക്കുന്നു. ആർക്കെങ്കിലും മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ ആരെങ്കിലും ഒരു വാക്ക് സംസാരിക്കുന്നെങ്കിൽ പെട്ടെന്നാകാം.
ഇനി ഫോട്ടോ എടുക്കുന്ന ടൈമാണ്. 2 മണിക്ക് ഭവനത്തിലെ സംഭാവന ശുശ്രൂഷ ആരംഭിക്കും. ഫോട്ടോ ധാരാളം പേര് വിളിച്ച് സ്ഥലപ്പേര് വിളിച്ചുള്ള ഫോട്ടോയോട് താല്പര്യമില്ല. അതൊരു ഒക്കേട് പോലെ പലപ്പോഴും തോന്നുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട 5 ഫോട്ടോകൾ എടുക്കുന്നതായിരിക്കും. 1 മക്കൾ, മരുമക്കൾ, 2 കൊച്ചുമക്കൾ, അമ്മച്ചിയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ, ഈ ഭവനത്തിലെ അപ്പച്ചന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ, പിന്നെ എല്ലാവരുടെയും ഫോട്ടോ സ്റ്റുഡിയോ കവർ ചെയ്യുന്നുണ്ട്. ഇവരെ ഏറ്റവും ബാക്കിലിരിക്കുന്ന 2 ലെയർ എഴുന്നേറ്റാലും പ്ലീസ്. ഇപ്പൊ 2ാം സീറ്റിലിരിക്കുന്ന എല്ലാവരും എഴുന്നേറ്റ് പ്ലീസ്, മരുമക്കളും കൊച്ചുമക്കളും ഉൾപ്പെടെ. ആർക്കെങ്കിലും അനുശോചന സന്ദേശം നൽകണം താല്പര്യമുണ്ടെങ്കിൽ ദയവായി മുന്നോട്ട് കടന്നു വരാം. അതിനുള്ള സമയമാണ്. ഇനി 15 മിനിറ്റ് മാത്രമേ സമയമുള്ളൂ. ദയവായി സഹകരിക്കുക.
അമ്മച്ചിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ആൾക്കാരെല്ലാവരും ദയവായിട്ട് പ്ലീസ് അപ്പച്ചന്റെ കുടുംബം. അമ്മച്ചിയുടെ ഭവനുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള എല്ലാ ആൾക്കാരും ദയവായിട്ട്, ഇനിയും 10 മിനിറ്റൂടെ സമയമുള്ളൂ, 10 മിനിറ്റ് തന്നെ ഇല്ല, ദയവായി സഹകരിക്കുക. ഫോട്ടോ എടുക്കുമ്പോൾ ഭൗതിക ശരീരത്തെ നോക്കി നിൽക്കുക, ക്യാമറയിൽ ശ്രദ്ധിക്കാതിരിക്കുക. ബഹുമാനപ്പെട്ട അച്ഛൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഫോട്ടോ എടുത്തതിനു ശേഷം അച്ഛൻ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നതായിരിക്കും. ലാലച്ചൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം വിളിച്ചിരുത്തുക, നിർത്തുക. ലാലച്ചന്റെ ശ്രദ്ധയ്ക്ക് പ്രത്യേക ശ്രദ്ധിക്കുക. ആരെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ അവരെ പെട്ടെന്ന് വിളിച്ചിരുത്തുക. ഒരു പ്രത്യേക അറിയിപ്പ്, തടിയൂരിൽ നിന്നും വിയപുരത്തും വന്നിരിക്കുന്നവർ എത്രയും വേഗം ഫോട്ടോ എടുക്കേണ്ടി വരണമെന്ന് ലാലിച്ച് നിർദ്ദേശിക്കുന്നു. തടിയൂരിൽ നിന്നും വിയപുരത്തും. അഡ്വക്കേറ്റ് വർഗീസ് മാമന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ശ്രീ ആന്റണി എം പി ഇന്നലെ എത്തിയിരുന്നു. ശ്രീ പി ജെ കുര്യൻ സാറും എത്തിയിരുന്നു. അവരോടുള്ള സ്നേഹം നന്ദിയും വർഗീസ് മാമനുള്ള സ്നേഹം നന്ദിയും പ്രത്യേകം അറിയിക്കുന്നു. അതിനായി ആന്റണി എം പി ഉള്ള നന്ദിയും പ്രത്യേകം അറിയിക്കുന്നു. വിയപുരത്തുനിന്ന് തടിയൂരിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകം പെട്ടെന്ന് വരിക. പത്തനംതിട്ടയിൽ നിന്നും ചെങ്ങന്നൂരിൽ നിന്നും വന്നിരിക്കുന്നവർ ദയവായി പ്ലീസ് മുന്നോട്ട് വരിക. ഈ നാടിന്റെ ആദരണീയനായ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ആരാധനായ അഡ്വക്കേറ്റ് സനൽകുമാർ ഈ ഭവനവുമായി അങ്ങേറ്റം ബന്ധമുള്ള വ്യക്തിയാണ്. ഇന്നലെയും മിനിഞ്ഞാന്നും അദ്ദേഹം ഈ ഭവനം സന്ദർശിച്ചിരുന്നു. അഡ്വക്കേറ്റ് സനൽകുമാർ ഭൗതിക ശരീരത്തിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. റാന്നിയിൽ നിന്ന് മത്സരിച്ച ആളാണ്. തിരുവല്ലയുടെ പ്രതീക്ഷയാണ് ശ്രീ സനൽകുമാർ. വിനയപൂർവ്വം അനുശോചന സന്ദേശത്തിന് വേണ്ടി സ്നേഹപൂർവ്വം അഡ്വക്കേറ്റിനെ ക്ഷണിക്കുന്നു. അവിടാണ് ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ നാടിന്റെ ആകെ അഭിമാനമായിട്ടുള്ള ബേബിച്ചാനെ പോലുള്ളൊരു മകനെ പ്രസവിച്ച നമ്മുടെ പ്രിയപ്പെട്ട അമ്മച്ചിയാണ് വേർപെട്ടു പോയിട്ടുള്ളത്. 106 വയസ്സ് ജീവിതത്തെ സംബന്ധിച്ചൊരു വലിയ പ്രായം തന്നെയാണ്. പക്ഷേ എല്ലാ സൗഭാഗ്യങ്ങളും ജീവിതത്തിൽ ലഭിക്കുകയും സമൂഹത്തോടും മറ്റുള്ളവരോടുമെല്ലാം കരുണയോടെയും സഹാനുഭൂതിയോടെയും കൂടി തന്റെ കുഞ്ഞുങ്ങളെ വളർത്താനും ആകെ വഴികാട്ടിയായി കുടുംബത്തിന്റെ ആകെ നാഥയായി പ്രവർത്തിക്കാനും അമ്മച്ചിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബേബിച്ചാനെ സംബന്ധിച്ച് ഞാൻ അമേരിക്കൻ മലയാളികളുടെ ഒരു സമ്മേളനം തിരുവല്ലയിൽ വെച്ച് നടത്തുന്ന സന്ദർഭത്തിലാണ്, കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റ് സമയത്താണ്
ബേച്ചാനുമായിട്ട് അടുത്ത് ഇടപഴകാനും പരിചയപ്പെടാനും അവസരം ലഭിച്ചത്. ബേച്ചാൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ നെല്ല് സിനിമ അവസാനമായിട്ട് രാമക്കാരിയാട്ട് സംവിധാനം ചെയ്ത സിനിമ, അത് എനിക്കൊരു പക്ഷേ അന്ന് 7 വയസ്സേ ഉള്ളൂ. 75-ലാണ് ഇവിടുന്ന് തിരുവല്ല വിടുന്നത്. അതുവരെയുള്ള പ്രേം നസീറിന്റെയും സത്യന്റെയും എല്ലാം അവരോടൊപ്പം എല്ലാം വിരാജിക്കാൻ, മലയാള സിനിമയുടെ അഭിമാനമായി തിരുവല്ലയ്ക്കെന്നും അഭിമാനമായി മാറാൻ കഴിഞ്ഞ പ്രിയപ്പെട്ട ബേച്ചായനെ പോലും മകൻ, അത് ഈ നാടിന്റെ ആകെ അഭിമാനമാണ്. സന്ദർഭത്തിൽ ഓർക്കേണ്ട ഒരു പ്രത്യേക കാര്യം, ഇപ്പോൾ രോഗാതുരയായി കിടക്കുന്ന നമ്മുടെ തമിഴ്നാടിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ജയലളിത ബേച്ചായനുമായി അടുത്ത് ജീസസിലെ പ്രത്യേക വേഷം കൈകാര്യം ചെയ്ത കാര്യം ബേച്ചായൻ സന്ദർഭത്തിൽ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ വലിയ വിപുലമായ ബന്ധമുള്ള നമ്മുടെ തിരുവല്ലയ്ക്കും ഈ നാടിനും വലിയ അഭിമാനമായ ബേച്ചായനും, ഇപ്പോൾ ബേച്ചായൻ അമേരിക്കയിലാണ്. അവിടെ ചെന്നപ്പോഴും അമേരിക്കൻ മലയാളികളുടെ ആകെ, എനിക്കവിടെ പോകാൻ അവസരം ലഭിച്ചിട്ടില്ല. പലപ്പോഴും ബേച്ചായൻ ഉൾപ്പെടെ എന്നെ വിളിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരുപാട് ദേവാലയങ്ങളുടെ ആൾത്താരകളും ഒക്കെ അമേരിക്കയിലും അദ്ദേഹത്തിന്റെ കലാവിരുതും എല്ലാം പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ള പ്രിയപ്പെട്ട ബേച്ചായന്റെ സഹോദരങ്ങൾ, മറ്റ് കുടുംബാംഗങ്ങളെല്ലാവരും ഈ ദുഃഖത്തിൽ, ഈ വേർപാടിൽ കുടുംബാംഗങ്ങളോടൊപ്പം അനുശോചനം ഞാൻ രേഖപ്പെടുത്തുന്നു. അവരുടെ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു. വിശ്വാസത്തിൽ മരണം ദൈവവിളിയാണ്. അമ്മച്ചിക്ക് ഇത്രയും നാൾ ആയുസ് ലഭിച്ചു. സമൂഹത്തെയും മക്കളെയും കുടുംബാംഗങ്ങളെയും എല്ലാം കരുതാനും പരിഗണിക്കാനുമുള്ള അവസരം ലഭിച്ചു. CPIM-ന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിനു വേണ്ടി എന്റെ വ്യക്തിപരമായ നിലയിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളോട്, പ്രിയപ്പെട്ട മക്കളോട്, ബന്ധുമിത്രാദികളോട് എല്ലാവരോടും ഞാൻ എന്റെ അനുശോചനം അറിയിക്കും. വളരെ തിരക്കിനിടയിലും സമയം കണ്ടെത്തി ഭവനത്തിൽ വന്ന് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ആരാധനായ അഡ്വക്കേറ്റ് സനൽകുമാറിനുള്ള സ്നേഹവും നന്ദിയും പ്രത്യേകം അറിയിക്കുന്നു. വളരെ തിരക്കിനിടയിലും ഇന്ന് 4 പ്രോഗ്രാമുകളുണ്ട്. വരാൻ പറ്റുമല്ലോ ഞാൻ സംശയിക്കുന്നു പറഞ്ഞെങ്കിലും വന്നതിൽ ഭവനക്കാരുടെ പേരിലുള്ള സ്നേഹവും നന്ദിയും പ്രത്യേകം അറിയിക്കുന്നു. അടൂരിൽ നിന്ന് ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ സനലിന് ദയവായിട്ട് ഒരു സീറ്റ് കൊടുത്താണ്. സനലിന് അടൂരിൽ നിന്ന് ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വരണം. കൊച്ചുമോനും സണ്ണിയും തടിയൂര് കണ്ണന്മാരിൽ വന്നിരിക്കുന്നവർ ഫോട്ടോയ്ക്ക് നിൽക്കണമെന്ന് അറിയിക്കുന്നു. ഒരു പേര് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. ഈ ഭവനുമായി അങ്ങേയറ്റം ഇവിടുത്തെ മക്കളുമായി എല്ലാം ഒരേ ബന്ധം ലഭിക്കുന്ന കൊച്ചുമോൻ ദയവായിട്ട് മുൻപോട്ട് വരണം. കൊച്ചുമോൻ കുഞ്ഞോനിച്ചാനും കൊച്ചുമോനും ദയവായിട്ട് ഫോട്ടോയ്ക്ക് വരണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. ഇതിന് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും മക്കൾ പറഞ്ഞപ്പോൾ അതനുസരിച്ച് എനിക്ക് വേണ്ട ഡയറക്ഷൻ തന്ന ആളാണ് കൊച്ചുമോൻ. കുഞ്ഞോനിച്ചാനും അതുപോലെ തന്നെ. കുഞ്ഞോനിച്ചാൻ ഈ വീടിന്റെ ഒരു ഭാഗമാണ്. ദയവായിട്ട് ഫോട്ടോയ്ക്ക് വന്നാലും. അലങ്കാറിലുള്ള അതിന്റെ ആൾക്കാരും ബഹുമാനപ്പെട്ട അച്ഛമുഞ്ഞും ഫോട്ടോയ്ക്ക് വരണമെന്ന് പ്രത്യേകം സണ്ണിച്ചാൻ അറിയിക്കുന്നു. സഹകരിക്കുക. ഈ ഫോട്ടോ കഴിഞ്ഞാൽ തടിയൂരിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സഹകരിക്കുക. ബേബിച്ചാനുമായിട്ട് ഏറ്റവും ബന്ധമുള്ള വിളഞ്ഞവട്ടം രായിച്ചാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ദയവായി അദ്ദേഹം മുൻപിലേക്ക് വന്നാലും. അമേരിക്കയിലെ ബേബിച്ചാന്റെ അയൽവാസിയും സഹപാഠിയും ഇതിന്റെ തുടക്കം മുതൽ എല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കുന്ന ജോയിച്ചാൻ ദയവായി മുൻപിലേക്ക് വന്നാലും. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ശ്രദ്ധേയനായ കൺവെൻഷൻ പ്രാസംഗികനും പാലേക്കര ദേവാലയത്തിന്റെ വികാരിയും ആയ ബിനുവച്ചനും ജയനച്ചനും ഭവനത്തിൽ വന്നു. സമാപന പ്രാർത്ഥനയ്ക്കുള്ള സമയമായി. ദയവായി പെട്ടെന്ന് ഫോട്ടോ എടുപ്പ് നിർവഹിച്ചാലും. ബഹുമാനപ്പെട്ട അലങ്കാർ ഷോപ്പിന്റെ ആളും അച്ഛനും ദയവായി മുൻപിലേക്ക് വന്നാലും.
അഡ്വക്കേറ്റ് സനൽകുമാറിനുള്ള സ്നേഹം നന്ദിയും ഒരിക്കൽ കൂടി ഭവനക്കാരുടെ പേരിൽ പ്രത്യേകം അറിയിക്കുന്നു. രണ്ട് മിനിറ്റൂടെ ഉള്ളൂ. ദയവായി സഹകരിക്കുക. ആരെങ്കിലും ഫോട്ടോ എടുക്കാൻ താല്പര്യപ്പെടുന്നെങ്കിൽ മുന്നോട്ട് വരിക. വിയപുരത്തുനിന്ന് ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ദയവായി എത്രയും വേഗം ഈ ഫോട്ടോയ്ക്ക് ശേഷം നിൽക്കുക. വിയപുരത്തുനിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സഹകരിക്കുക. എല്ലാ വൈദിക ശ്രേഷ്ഠരെയും വിശിഷ്യ വികാരി അച്ഛനെയും സഹവികാരിയെയും സമാപന പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഭവനക്കാരുടെ പേര് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഭവനത്തിൽ വെച്ചുള്ള സമാപന ശുശ്രൂഷ ആരംഭിക്കുകയാണ്. എഴുന്നേറ്റ് നിന്ന് കിഴക്കോട്ട് നോക്കി നിൽക്കുവാൻ സാധിക്കുന്നവരും പ്രാർത്ഥനയിൽ സംബന്ധിക്കുക. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. വർണ്ണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. വർണ്ണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, വേണ്ട ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നമസ്കാരങ്ങളും ശ്രോഷകളും കേൾക്കുന്നുണ്ട്. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. നിനക്ക് സ്തുതി. ഭാവികളാരോട് കരുണേ. നമസ്കാര രാജാവേ, നിനക്ക് സ്തുതി. പാറയ്ക്കുമോ പരിശുദ്ധമാപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. ദൃഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ക്ഷമിച്ചതുപോലെ കടങ്ങളും പാവം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷണമേ. എന്തുകൊണ്ടെന്നാ രാജ്യവും ശക്തിയും മോഹത്വം ാകുന്നു. ആമീൻ. നമ്മുടെ കർത്താവിനോടുകൂടെ നിശ്ചയങ്ങളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ പേരിൽ ഫലമായ കർത്താവേ, ശിഷ്യായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നീതും പേക്ഷിക്കണമേ. ആമീൻ. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും ലോകങ്ങളും ചിരയപ്പെടുമാറാകണമേ. ആമീൻ. കർത്താവേ, നിന്നിൽ ഞങ്ങൾ ചെന്നപ്പെടുന്നു. നിന്റെ കർത്തൃകൽപ്പനയാൽ വേർപെട്ടുപോയ ഈ ദാസിയുടെ ആത്മാവിന് വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ദുഷ്ടന്മാരായ മത്സരക്കാരുടെ വലകളിൽ നിന്നും കാണപ്പെടാത്ത അന്ധകാര സൈന്യങ്ങളിൽ നിന്നും ഈ നിന്റെ ദാസിയെ വീണ്ടുകൊള്ളണമേ. ഈ ആത്മാവ് ജീവന്റെ സ്ഥാനത്ത് നീതിമാന്മാരുടെ കൂട്ടത്തിൽ ചെന്ന് എത്തുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഈ നിന്റെ ദാസ് നിന്റെ പരിശുദ്ധന്മാരോട് വസിക്കുമാറാകണമേ. ഓശോ നീ ജീവനെടുത്തിടുമ്പോ ഹാലേലൂയോ ഹാലേലൂയാമൃതരായി മണ്ണിൽ ചേരുന്നു. മഹത്വം വാഴട്ടെന്നും ഹാലേലൂയോ ഹാലേലൂയാതൻ ക്രിയകളിലുടയോ തെളിയട്ടെ. പാറയ്ക്കുമോ ശുഭകോല പോലെ പുറവൽ റൂഹോ കാദീശോ പ്രിയനാം ലാസറിനെ കബറിന്നെഴുന്നേൽപ്പിച്ചോനെ വാഴ്ത്താൻ വന്നിടുവിൻ.
പ്രതിഭാശത്തിന്നും വിധവാസുതന് വിടുവിച്ചോനെ നാമെല്ലായ്പ്പോഴും വിശ്രമമെന്നെ സ്തുതി ചെയ്താരാധിക്കണം. ബറുഖുമോർ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും നിത്യവും ഇടവിടാതെ കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപതിമാരുടെ ന്യായാധിപതിയുമായ കർത്താവിന് സ്തുതി. തന്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷ ഞങ്ങൾ നിർവഹിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായുസ്സോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. പുകുലഹുന്യവുമോ ആദിയിലുണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ വിശുദ്ധമാലാകമാരോടുകൂടെ വരുവാനിരിക്കുന്നവരുമായ മിശിഹാ തമ്പുരാനെ, സംഖ്യാതീതമായ നിരകളും ഗണങ്ങളും പതിനായിരങ്ങളും തിരുമുൻപാകെ പരിഭ്രമിച്ച് വിറച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രൂപന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയമായ മേഘങ്ങളിൽ നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ നീ അട്ടഹസിക്കുമ്പോൾ മരണം വീണു പോകുകയും പാതാളം നശിച്ചു പോകുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോകുകയും ഭൂമിയിൽ ദ്രവിച്ചു ചേർന്നു പോയ സർവ്വശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിന്റെയും സൃഷ്ടാവും നിർമ്മിതാവും എന്ന നിലയിൽ സൃഷ്ടിശക്തിയുടെ വചനത്താൽ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തിച്ചിട്ടുള്ളവയെക്കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രമജനകവും ഭയങ്കരവുമായ നിന്റെ സിംഹാസനത്തിന് മുൻപാകെ വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ ദൈവമായ കർത്താവേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ ആ സമയത്ത് നിന്നിലുള്ള പ്രത്യാശയോടെ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ സഹോദരിയെ നിന്റെ വലത് ഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ജീവനുള്ള തിരുവായ കൊണ്ട് അരുളി ചെയ്തിട്ടുള്ളതായ ആ വചനം ഞങ്ങളിലും ഈ നിന്റെ ദാസിയിലും നിറവേറ്റണമേ. ഞങ്ങളും ഞങ്ങളുടെ വാങ്ങിപ്പോയവരും നിന്റെ വലത് ഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഓശോ വബുകൂല സുബാൻ ലവൽമീൻ നലോഹന കാബിൽ ഹുസയോദ ഹൗബേഷ് ബുക്കോനോ ദാതോഹെ ബദ്രൈഹുൻ ഒൽമേല ഓലം ഒൽമീ. നഗര കവാടം വഴിയായി ഞാൻ പോകും നേരം കേട്ടേ ഒരു നാദം ശ്രദ്ധിച്ചെന്നരികെ നിന്നേറ്റം കേളം തോന്നും നിലറത്ത് ലളിതകളെ പരതരുണന്മാരെയും ബാലന്മാരെയും കണ്ട് പ്രഭുവനിരകളും ദാസികളോ സന്താപരാത്തിൽ പാടുന്നു. വ്യസന സമേതം ചോദിച്ചേൻ കേഴുന്നെന്തിന്നേവം സുന്ദരരെ വിതയോടെന്തിനു പാടിയിടുന്നോടോടീ മൂഢ മിണ്ടാതെ നീ കാണുന്നൊരു സൗന്ദര്യം പാരാളത്തിൽ പാഴായി പോയിടും ഈ രക്താംബര ഭൂഷ സുഭഗതയെ. മരണമശേഷം മായിക്കും നീ സൗന്ദര്യം പ്രാത കാലത്തിൽ തെളിവാകും സൂര്യനു തുല്യം ഈ സൗന്ദര്യം പാഴ്പുൾ കൊടിയുന്നു തങ്ങും ധൂമഞ്ഞിരുയോ സൗന്ദര്യം സന്ധ്യാവേളയതിൽ വാടിയിടുമ്പോവിനുയോ പാതാളത്തിൽ പാഴായി
കനിയുക കനിയുക കർത്താവേ ജീവൻ നൽകി തേജോ വസനം നീ അതിനെ അണിയിച്ചിടണമേ സർവ ദേശസ്തോത്രം സ്തോത്രം മുറിയോറാഹിമേലനുവാദാറേൻ ബാറയ്ക്കുമോർ ബലവാനും മഹാകാരുണ്യവാനും ദയാലുവുമായ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിലേക്ക് നീ അടുത്തിരിക്കുന്നതിനാൽ നിത്യ പ്രാപിച്ചിരിക്കുന്ന ഈ സഹോദരിക്ക് വേണ്ടി ഈ സമയത്ത് ഞങ്ങൾ അണച്ചിരിക്കുന്ന ധൂപം കൈക്കൊണ്ട സ്വർഗീയ യെരൂശലേമിൽ മോഹനീയ വാസസ്ഥലത്തെ ഇവളെ ആശ്വസിപ്പിക്കണമേ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്ക് ഇവളെ അർഹയാക്കുകയും ചെയ്യണമേ. മോരൻ വാലോഹാൻമീ ദേവേശാനിൻ പരിചാരികതന്നാൽ മത്തേ സസമാധാനം കൈക്കൊള്ളുക. കന്മഷമകിലും മോചിക്കായി വിളവിളിക്കരുതേ നാഥ. നിർമായൻ നീ ഗന്ധാൻ അപരാധികളർഹിച്ചിടും നരകത്തിൽ നിവരക്ഷിതയായി കൽപ്പന കാത്തവരോടൊപ്പം ശോഭനമണവറപ്പൂവേണം ബാറക്കും സുബഹോല ബോല ബറോവൽ റൂഹോ കാദീശോ. മൃതരായോർമേൽ അവരുടെ മേൽ തെളിയതിന് അധികാരവും അവകാശമതും ബലവാനാം സൃഷ്ടാവരെ വിസ്തരണം ചെയ്യും. നൂനം സാക്ഷാലവകാശികളും സുതരും ദാസരും അവരല്ലോ. നിൻ കൈകളിൽ നിന്നവരെ ദേഗും സ്വർഗമഹാരാജ്യം. അഞ്ചേടമരണത്തെ ഞാൻ നിദ്രാഭീതിയുമില്ലെന്നിൽ ദൈവം തീയിൽ നടത്തിയിടും. വിധിയോ തഞ്ചിടുന്നേ ഞാൻ ബാർക്കുമോ ശുഭോലമോലമറോൽ റോകാദീശോ. വാഗ്ദാനത്തിൻ നാടാ സ്വർഗമഹത്വം ചാർത്തിയിടും. സൂനോദ്വരിജീവൻ നൽകി നിന്നവലത്തായി ചേർത്തിടും. കാന്തനു കാത്തോരാം കന്യാ സ്ത്രീകളെ നീ പ്രാപിക്കും സഹജേ പുനരുദ്ധാനത്തിൽ. യാകുലലോകമതൻ ചിന്ത വിഷയമതായി ആദിമകാലത്തേക്കുമാരസമോടി സൃഷ്ടിയോർത്തൊരു ഞാൻ വെമ്പീശാവത്താൽ മൃത്യുനിമിത്തം വേർപിരിയും നാൾ വരെയും നാരികളത്യധികം നാൾ പോകി വേദനയോട് സുധരെ പ്രസവിച്ചിടുന്നു. ജീവൻ പോയി വേർ പിരിയും മാതാവേ നോക്കിടുമാൾമതൊരിൽ നെടുവീർ ഉയരുന്നു. തായില്ല പറവ കുഞ്ഞുങ്ങൾക്കൊപ്പം അതിസന്താപത്താൽ രോദിച്ചിടുന്നു. ഈ ദീനാരാവം കേൾക്കുന്നോരെല്ലാം ഖേദ
താലവരോടൊപ്പം കരയുന്നു ദൂതൻ ചാരിവന്നെ കൊണ്ടിക പോയി മാരകപാണത്താലെന്നെ ഭ്രമമേറ്റി നിർദയപീഡകളാൽ മതി ചങ്കങ്ങൾ കാൺമീൻ വഴിമൂന്നാലെന്നെ താടിച്ച ജ്ഞാനാശ്രയഹീന യോരീനാമിൻ സൃഷ്ടിയെ നാദ കൃപയാ കരുണാസമ്പൂർണ പുനരുദ്ധാനദിനെ നിന്നോട് സൃഷ്ടിയ നീ നവമാക്കിയിടണം പ്രതിബന്ധം ഹൃദയാൽ വേറായി നീയുണ്ടായി തീർന്നൊരു സഹജയ്ക്കായി നിങ്ങൾ അവരൊന്നാകണമേ പുനരുദ്ധാനത്തിൽ മോചിക്കുക പാപം മായിക്കുക ദോഷം സത്യമേഴും വിധിയിൻ നാള് പാടേണം പരിശുദ്ധന്മാരോ തിവനിൻ സ്തുതിഗീതം വന്നവനും വരുവോനും മൃദർപ്പൻ ഉയരും സ്തുതനും ശരീര മക്കൾ പാടണമേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വന്ദിരായ വൈദിക ശ്രേഷ്ഠരെ, ഈ പ്രിയ മാതാവിന്റെ യാത്രയപ്പിൽ പ്രാർത്ഥനാപൂർവ്വം സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, ദീർഘനാളുകൾ ഈ ലോകത്ത് ജീവിച്ച് ദൈവത്തിന്റെ വിളിക്കനുസൃതമായി കർത്തൃസന്നിധിയിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്ന ഈ അമ്മയെ ക്രിസ്ത്യാനിക്ക് ഉചിതമായ നിലയിൽ യാത്രയപ്പാനായിട്ടാണ് നമ്മൾ ഇവിടെ പ്രാർത്ഥനാപൂർവ്വം വന്നു ചേർന്നിരിക്കുന്നത്. സങ്കീർത്തനത്തിലൊക്കെയും പറയുന്നതിനപ്പുറമുള്ള ഒരു വലിയ ദീർഘമായ ആയുസ് പിന്നിടുവാൻ ഈ പ്രിയ മാതാവിന് ദൈവം അനുഗ്രഹം നൽകി. ഒരു മകളായി, സഹോദരിയായി, അമ്മയായി, വല്യമ്മയായി, ഇങ്ങനെ ലോകത്തില് ഒരു മനുഷ്യന് ലഭിക്കാവുന്നതായ തലമുറകളെയൊക്കെ കണ്ട് സന്തോഷിച്ച് ഈ ലോകത്തിൽ നിന്ന് യാത്രയാകുവാൻ തക്കവണ്ണം വലിയൊരു ഭാഗ്യമാണ് ഈ അമ്മയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. വേദപുസ്തകത്തിൽ ദീർഘായുസിനെക്കുറിച്ച് പറയുന്ന 2 ഭാഗങ്ങളുണ്ട്. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടിരിപ്പാനും നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ജീവിതത്തിൽ നന്മ വരുവാനും ദീർഘായുസുണ്ടാകുവാനും ഇടയാകുന്നതിനുള്ള ഒരു മുഖാന്തരമാണ് മാതാപിതാക്കളെ ആദരിക്കുക, മാതാപിതാക്കളെ കരുതുക, ബഹുമാനിക്കുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ 91-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്ത മനുഷ്യന് ഏറ്റവും ഒടുവിൽ, ആ സങ്കീർത്തനത്തിന്റെ ഏറ്റവും ഒടുവിൽ പറയുന്നു, ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. അപ്പോൾ അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്ന മനുഷ്യനും ലഭിക്കുന്ന ഒരു അനുഗ്രഹവും ഒരു ഭാഗ്യവുമാണ് തൃപ്തിയുള്ള ദീർഘായുസ്. അതുകൊണ്ട് ഈ പ്രിയ മാതാവ് നമ്മിൽ നിന്ന് കടന്നു പോകുമ്പോൾ തന്റെ പൂർവികരായ മാതാപിതാക്കളെ ബഹുമാനിച്ച് ആദരിക്കുവാനും അത്യുന്നതന്റെ മറവിൽ വസിക്കുവാനും സർവശക്തനെ കൂടുതൽ ആശ്രയിച്ച് ജീവിപ്പാനും തക്കവണ്ണം ഈ മാതാവിന് കഴിഞ്ഞു എന്ന് വേണം നാം ഈ സന്ദർഭത്തിൽ ഓർക്കുവാനായിട്ട്. തീർച്ചയായും ഈ പ്രിയ മാതാവിന്റെ ഈ യാത്രയപ്പിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ ഈ അമ്മയുടെ ജീവിതം തരുന്ന സന്ദേശങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് പ്രാവർത്തികമാക്കേണ്ടത് ആവശ്യമാണ്. ഇനി നമ്മൾ ദേവാലയത്തിൽ കൊണ്ടുപോയി ശുശ്രൂഷകളൊക്കെ നടത്തി ഈ അമ്മയുടെ മുഖം മക്കൾ മൂടും. സഭ മക്കളെ കൊണ്ടാണ് ആ കർമ്മം ചെയ്യിക്കുന്നത്. കാരണം ലോകപ്രകാരം ഈ അമ്മയെ നമുക്കിനി കാണുവാനായിട്ട് കഴിയുകയില്ല.
ഇനി ഈ അമ്മയുടെ മുഖം ഈ ലോകം കാണേണ്ടത് ഈ മക്കളിലൂടെ. ഈ അമ്മയുടെ മുഖം മക്കളിലൂടെ കാണുക എന്ന് പറയുമ്പോൾ ഈ അമ്മയിൽ ഉണ്ടായിരുന്നതായ നല്ല ഗുണങ്ങളെ ഈ ലോകത്തിൽ ഇനി നിർവഹിക്കേണ്ടത് ഈ മക്കളാണ്. അതുകൊണ്ട് വലിയൊരു കടമയും കർത്തവ്യവും ഈ മക്കൾക്ക് ഇന്നു മുതൽ ഉണ്ടെന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. മാതാവിന്റെ നല്ല ഗുണങ്ങളെ ഈ ലോകത്ത് വീണ്ടും നൽകുവാൻ തക്കവണ്ണം കഴിയണം. ഇത്രയും അനുഗ്രഹത്തോടെ ജീവിപ്പാൻ തക്കവണ്ണം ദൈവം ആയുസ് കൊടുത്തെങ്കിൽ നമ്മുടെ ജീവിതത്തിലും എത്ര ആയുസ് നമുക്കുണ്ടെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. ലഭിക്കുന്ന ആയുസ് ഏറ്റവും ഭംഗിയായി നിർവഹിപ്പാൻ തക്കവണ്ണം നമുക്കിടയാകണം. ആയുസിന്റെ ദൈർഘ്യത്തേക്കാൾ ജീവിതം എങ്ങനെ ഈ ലോകത്ത് നമ്മൾ ചിലവഴിച്ചു എന്നുള്ളതിനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. ജീവനേക്കാൾ ജീവിതമാണ് വലുതെന്ന് എപ്പോഴും ദിദിമോസ് ബ്രദർ ബാബ തിരുമനസ്സുകൊണ്ട് നമ്മെ ഓർമ്മിപ്പിക്കുമായിരുന്നല്ലോ. അതുകൊണ്ട് ഓരോ ശവസംസ്കാര ശുശ്രൂഷയിലും നമ്മളെ സംബന്ധിക്കുമ്പോൾ ജീവനേക്കാൾ വലുത് ജീവിതമാണ്. ജീവിതത്തിൽ നമ്മൾ എന്തുവാണോ പ്രവർത്തിച്ചിട്ടുള്ളത് അതൊക്കെയാണ് ഇനി നമ്മളെ ഓർക്കുന്നത്. കുഴിമാടം വരെ നമ്മുടെ അധികാരവും നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ ബന്ധുമിത്രാദികളും മക്കളുമൊക്കെ കുഴിമാടം വരെ അനുഗമിക്കും. എന്നാൽ കുഴിമാടത്തിനപ്പുറവും നല്ല സ്മരണകളെ നിലനിർത്തുന്നത് നമ്മൾ ചെയ്തിട്ടുള്ളതായ നന്മ പ്രവർത്തനം. അതുകൊണ്ട് ഈ ലോകത്ത് നമ്മളായിരിക്കുമ്പോൾ ജീവിതത്തിൽ എല്ലായ്പ്പോഴും നന്മ പ്രവർത്തിക്കുവാൻ, നന്മ സംസാരിപ്പാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. ഇനി നമ്മൾ ലോകപ്രകാരം ഈ അമ്മയെ കാണുന്നില്ലെങ്കിലും ഒരു വലിയ വിശ്വാസവും പ്രത്യാശയും നമുക്ക് ഈ പ്രിയ മാതാവിനെക്കുറിച്ചുണ്ട്. കാരണം ഇതൊരു കർത്തൃദാസിയാണ്. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യും, എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എന്നുള്ളത് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വലിയൊരു വാഗ്ദാനം. അങ്ങനെ കർത്താവിന്റെ തിരുശരീര രക്തങ്ങളിൽ പങ്കാളിയായിട്ടുള്ള ഈ പ്രിയ മാതാവും കർത്താവ് പറയുന്നുണ്ട്, അവസാന നാളിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും, അവന് നിത്യജീവനുണ്ട്. നിത്യജീവന്റെ അവകാശിയായ ഈ പ്രിയ മാതാവിൽ കർത്താവിന്റെ തിരുശരക്തങ്ങൾ ഉള്ളതുകൊണ്ട് കർത്താവിന്റെ ശബ്ദം കേൾക്കുവാനും ആ ശബ്ദത്തോട് പ്രതികരിപ്പാനും ഒക്കെ കഴിയുമെന്നാണ് വേദപുസ്തകത്തിലെ പല സംഭവങ്ങളും കർത്തൃവചനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് മരണശേഷവും നമ്മൾ പ്രാർത്ഥിക്കുകയും വിശുദ്ധ കുർബാന അർപ്പിക്കുകയും കബറിടത്തിൽ ധൂപം അർപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ ഒരു വലിയ വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും കാര്യങ്ങളെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ടാണ്. അതുകൊണ്ട് ഈ പ്രിയ മാതാവും ഈ നശ്വരമായ ലോകത്തിൽ നിന്ന് അനശ്വരമായ ലോകത്തിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു. സ്വർഗീയ ദൂതന്മാരുടെ സംഘത്തോടൊന്നിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ തക്കവണ്ണം ഇടയാകുന്ന ശ്രേഷ്ഠമായ അനുഭവത്തിലേക്ക് ഈ പ്രിയ മാതാവ് മാറ്റപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് കരുണയും സ്നേഹവും ദയവും ഒക്കെ ഈ പ്രിയ മാതാവിന് ഇനിയും ആവശ്യമാണ്. ഈ ലോകത്ത് ആയിരുന്നപ്പോൾ ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ സ്നേഹത്തിലും ക്രിസ്തുവിന്റെ ദയയിലുമൊക്കെ അമ്മ ജീവിച്ചെങ്കിൽ ശരീരത്തിനപ്പുറമായിരിക്കുമ്പോഴും ക്രിസ്തുവിന്റെ സ്നേഹവും ദൈവവുമൊക്കെ ഈ ഒരു ദാസിക്ക് ആവശ്യമാണ്. നമുക്കെല്ലാവർക്കും ആവശ്യമാണ്, ലോകം വിട്ടുപോയാലും. അതുകൊണ്ടാണ് കർത്താവ് മനസ്സോട് മനസ്സുകൂടാതെയും അറിവോടും അറിവ് കൂടാതെയും ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെ ക്ഷമിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്. കാരണം ഇനിയും കർത്താവിന്റെ സ്നേഹവും ദൈവമൊക്കെ ഈ മാതാവിന് ലഭിക്കും. വേദപുസ്തകത്തിൽ അനേക ഭാഗത്ത് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. തുടർന്നും ക്രിസ്തുവിന്റെ സ്നേഹത്തിലും ക്രിസ്തുവിന്റെ കരുണയിലും ദയയിലും ഒക്കെ ഈ മാതാവായിരിക്കാൻ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൊറുക്കുവാൻ തക്കവണ്ണം ദൈവമേ സംഗതിയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഈ പ്രിയ മാതാവിന്റെ വേർപാടിൽ പ്രത്യേകിച്ചും ബാലിയേക്കർ ഇടവകയെ സംബന്ധിച്ച് ഇടവകയിൽ ഏറ്റവും പ്രായം ചെന്ന ഒരാളെയാണ് നമ്മൾ ഇന്ന് യാത്ര അയക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രായമുള്ള ഒരാളെ യാത്ര അയക്കുമ്പോൾ അതിന്റേതായ ഒരു വലിയ ആദരവ് നമുക്കുണ്ട്. തീർച്ചയായും പാലിയേക്കര പള്ളിയുടെ ദുഃഖം അനുശോചനം ഈ സമയത്ത് കുടുംബാംഗങ്ങളെ അറിയിക്കുന്നു. ദുഃഖാർത്ഥരായ ഏവരെയും കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ധൂപപ്രാർത്ഥന നടത്തും. മക്കളിരപ്പൻ കൃപ ചെയ്തതുപോലെ ഹല്ലേലൂയ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിനതുല്യം നരനുടെ നാൾകളഹോ ഹല്ലേലൂയ, പൂക്കും നിതുവയലിൽ പൂവും ചെടി പോലെ ബാറക്കുമോ. മനോലം മനോലം കൃപയിൽ മരണമടഞ്ഞൊരു ദാസിയ നിൻ ജീവാസുരം അതുണർത്തണമേ. കബറിയുന്നു ധ്യാനത്തിനായി
രാജാ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതരാം ഏവർക്കും നൽകുന്നു കബറുകളുള്ളിൽ നിന്നി അവരവർ ഉയരോടെഴുന്നേറ്റു ഉയരും നിന്നെ സ്തുതി ചെയ്തിടുന്നു പാർക്കുമോ. എന്റെ ശരീരം ഭക്ഷി എന്റെ സ്തംഭനം ചെയ്തോ പാതാളത്തിൽ പോകാനായി വീടാ ഞാൻ എന്നും അവൻ ജീവിപ്പാൻ അങ്ങോട്ടേട്ടു മരിച്ചത് ഞാൻ എന്നും കേർത്ത തന്നരുളിന്നു മഹത്വം മുറിയോറാഹിമേലു ആധാരേ. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ കൊടുക്കുന്ന ദിവസത്തിൽ നിന്റെ സൃഷ്ടിപ്പിനെ നീ പുത്തനാക്കി അനുകൂലമാക്കണമേ. കർത്താവേ, നിന്റെ ആശ്രയത്തെക്കുറിച്ച് മരിച്ച് നിന്റെ വരവനായി നോക്കി പാർക്കുന്ന ഞങ്ങളുടെ മരിച്ചവരെ നീ പുണ്യമാക്കണമേ. അബ്രാഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിനും ഇടയിൽ നീ അവരെ പാർപ്പിക്കണമേ. വന്നവനും വരുവാനിരിക്കുന്നവനും മരിച്ചവരെ അനുകൂലമാക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നുവെന്ന് ശരീരങ്ങളുടെ ആത്മാക്കളും ശരിയായി വിളിച്ചു പറയുന്നവരാകണമേ. ആമേൻ. ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷകൾ സമാപിച്ചു. ഇപ്പോൾ ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികൾക്ക് സമാധാനത്തോടെ അന്ത്യചുംബന നൽകി യാത്രയയക്കാൻ മറ്റുള്ള ആളുകൾ ഭവനത്തിൽ നിന്ന് പോകുവാനും മറ്റും വാഹനങ്ങളെ ക്രമീകരിച്ചിട്ടുണ്ട്. ഏറ്റവും മുമ്പിലായി ഗീതങ്ങൾ ആലപിപ്പാൻ തക്കവണ്ണം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന വാഹനം, അതിന്റെ പിന്നിലായി ആളുകൾ സഞ്ചരിക്കുന്നതായ വാഹനങ്ങൾ, ഏറ്റവും പിന്നിലായിട്ട് ആംബുലൻസിൽ മൃതശരീരം വഹിച്ചുകൊണ്ട് ഈ ഒരു ക്രമീകരണത്തിൽ ദേവാലയത്തിലേക്ക് പോകുവാനായിട്ട് അവർ ശ്രദ്ധിക്കണം. ഏവർക്കും വാഹന സൗകര്യം ഭവനത്തിൽ നിന്ന് റെയിൽവേ പ്ലാറ്റ്ഫോമിനോട് സമീപത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവരും ആ സൗകര്യവും ഉപയോഗിക്കുക. ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികൾ ഇപ്പോൾ സമാധാനത്തോടെ അന്ത്യചുംബനം നൽകി യാത്രയാക്കി.
Yeah.